ഹലോ, ഇന്ന് ഞാൻ ജോധ്പൂരിലെ ഹോളി വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹോളി ഇവിടെ 2 ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഈ വർഷം അത് മാർച്ച് 13-നും 14-നുമായിരുന്നു. 13-ന് ചോട്ടി ഹോളിയും 14-ന് ബഡി ഹോളിയും, 13-ന് ഹോളിക ദഹനും 14-ന് രംഗോലി ഹോളി അഥവാ നിറങ്ങളുടെ ഹോളി. ഈ വീഡിയോയിൽ ഞാൻ ഹോളിക ദഹനെ പറ്റിയാണ് പറയുന്നത്. ഹോളിക ദഹൻ വളരെ ആവേശത്തോടെയാണ് ഇവിടെയുള്ളവർ ആഘോഷിക്കുന്നത്. തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള വിജയത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു തീ കത്തിക്കുന്ന ആചാരമാണിത്. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. അതായത് പ്രഹ്ലാദിൻ്റെയും ഹോളികയുടെയും കഥയിൽ നിന്നാണ് ഈ ഹോളിക ദഹൻ ഉണ്ടായത്. നമുക്കറിയാം, ഹിരണ്യകശിപു പല രീതിയിൽ പ്രഹ്ലാദനെ കൊല്ലാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ഈ ഹിരണ്യകശിപുവിൻ്റെ സഹോദരിയാണ് ഹോളിക. ഹോളികയ്ക്ക് തീയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കഴിവുണ്ട്. അതായത് അവർക്ക് അങ്ങനെ ഒരു വരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു ഭക്തനായ പ്രഹ്ലാദനെ ഹോളിക തൻ്റെ മടിയിലിരുത്തി ഒരു തീക്കുണ്ടത്തിലിരുന്നു. എന്നിട്ട് അവർ തീ കത്തിച്ചു. പക്ഷേ തനിക്ക് കിട്ടിയ വരം ദുഷ്ടതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതുകൊണ്ട് ഹോളിക ആ തീക്കുണ്ടത്തിൽ തന്നെ കത്തിമരിക്കുകയും പ്രഹ്ലാദൻ ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തേക്ക് വരികയും ചെയ്തു. ഇതാണ് ഹോളിക ദഹനു പിന്നിലുള്ള കഥ. ഹോളിയുടെ തലേ ദിവസമാണ് ഹോളിക ദഹൻ ആഘോഷിക്കുന്നത്. ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ആളുകൾ മരക്കമ്പുകളും ഉണങ്ങിയ ചാണകവും ഒക്കെ ശേഖരിച്ചു വയ്ക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ചെറിയ തീക്കുണ്ടം ഉണ്ടാക്കി വയ്ക്കുന്നു. പല പല ഗലികളിൽ ഈ തീക്കുണ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഹോളിക ദഹൻ്റെ ദിവസം. കത്തിക്കുന്നതിന് മുന്നേ അവർ പൂജ ചെയ്യുന്നു. വിഷ്ണു ഭഗവാനെയാണ് അവർ പൂജിക്കുന്നത്. കാരണം വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ പ്രഹ്ലാദൻ രക്ഷപ്പെട്ടത്. മാത്രമല്ല, ഒരു ചരട് കൊണ്ട് ആ തീക്കുണ്ടത്തെ മുഴുവൻ അവർ ബന്ധിക്കുന്നതായിട്ടും കാണാം. നാളികേരവും തീയിലിടാറുണ്ട്. പിന്നെ ഗോതമ്പിൻ്റെ പച്ചക്കതിരുണ്ടല്ലോ, അതും അവർ കൂടെ കരുതും. ഇത് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഗോതമ്പിൻ്റെ ആ പച്ചക്കതിരുണ്ടല്ലോ ആ തീക്കകത്തിട്ട് ചുട്ടെടുത്തിട്ട് അവരത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കും. ചിലർ ഇതിൻ്റെ ചാരവും മറ്റ് ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയും അല്ലെങ്കിൽ നെറ്റിയിൽ പുരട്ടുകയും ചെയ്യാറുണ്ട്. ഇത് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ ഇതിന് ചുറ്റും വലം വയ്ക്കുകയും ചെയ്യാറുണ്ട്. പൂജ ചെയ്യുന്ന രീതി ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആഫ്രിക്കകത്താണെങ്കിൽ അവർ മരക്കമ്പുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടത് ഈ പ്രഹ്ലാദൻ്റെയും ഹോളികയുടെയും പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് അങ്ങനെയും കത്തിക്കാറുണ്ട്. എന്നിട്ട് കത്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പ്രഹ്ലാദനെ രക്ഷിച്ചെടുക്കാറുണ്ട്. സാധാരണ ഗാവുകളിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നടുക്കത്തെ തടിക്കഷ്ണം പ്രഹ്ലാദനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഇത് കത്തി തുടങ്ങുമ്പോഴേക്കും എന്തെങ്കിലും ചരടൊക്കെ ആ തടിയിലോട്ട് കെട്ടിയിട്ടുണ്ടാകും. അപ്പം ചരട് വലിച്ച് ആ തടിയെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നതാണ്. അതിന് പ്രഹ്ലാദനായിട്ട് സങ്കല്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഞങ്ങൾ താമസിച്ച സ്ഥലത്തുണ്ടാക്കിയ തീക്കുണ്ടം. കത്തിക്കുന്നതിന് മുന്നേ അവിടുത്തെ പ്രധാന ഒരാൾ പൂജ ചെയ്യുകയാണ് ചെയ്യുന്നത്. പൂജയൊക്കെ ചെയ്തതിന് ശേഷം അത് കത്തിച്ചു തുടങ്ങും. പൂർണ്ണമായിട്ട് കത്തിയതിന് ശേഷം ആളുകൾ ഇതിനു ചുറ്റും വലം വയ്ക്കുന്നതാണ്. കത്തിക്കഴിഞ്ഞതിന് ശേഷം ആളുകൾ അതിന് ചുറ്റും അവിടുത്തെ ആളുകൾ അതിന് ചുറ്റും വലം വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് അതിന് ശേഷം അവരുടെ ആ ഗോതമ്പ് കതിരുണ്ടല്ലോ അതിനകത്ത് ചുട്ടെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകും. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നൊരു പ്രസാദം കിട്ടും. ഇതാണ് ആ പ്രസാദം. അടുത്ത ദിവസം രംഗോലി ഹോളിയാണ്. അങ്ങനെ രംഗോലി ഹോളിയുടെ അല്ലെങ്കിൽ നിറങ്ങളുടെ ഹോളി ദിവസത്തിൻ്റെ പ്രത്യേകതയുമായി അല്ലെങ്കിൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു. ബൈ ബൈ.